ഓം ശാന്തി. 9/1/2014. ബാബ പറയുകയാണ്, മധുരമായ കുട്ടികളെ, സദാ ഈ ലഹരിയിലിരിക്കൂ. ഭഗവാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഈശ്വരീയ വിദ്യാർത്ഥി ജീവിതമാണ് ഏറ്റവും നല്ലത്. നമുക്കിപ്പോൾ ബൃഹസ്പതി ദശയാണ്. ചോദ്യം: എങ്ങനെയുള്ള കുട്ടികൾക്കാണ് എല്ലാവരുടെയും സ്നേഹം ലഭിക്കുന്നത്? ബാബയുടെ ഉത്തരം: ആരാണോ അനേകരുടെ മംഗളത്തിന് നിമിത്തമായി തീരുന്നത് അവർക്കാണ് എല്ലാവരുടെയും സ്നേഹം കിട്ടുന്നത്. ആരുടെയെങ്കിലും മംഗളത്തിന് നാം നിമിത്തമാകുമ്പോൾ അവർ പറയും, നിങ്ങൾ എനിക്ക് അമ്മയെപ്പോലെയാണ്. നിങ്ങൾ സ്വയത്തെ പരിശോധിച്ചു നോക്കൂ, ഞാൻ എത്ര പേരുടെ നന്മയ്ക്ക് നിമിത്തമായി തീർന്നു. ബാബയുടെ സന്ദേശം ഞാൻ എത്ര പേർക്ക് നൽകി. ബാബയും സന്ദേശവാഹകനാണ്. നിങ്ങൾ കുട്ടികൾക്ക് ബാബയുടെ സന്ദേശം മറ്റുള്ളവർക്ക് നൽകണം. എല്ലാവരോടും 2 അച്ഛന്മാരെക്കുറിച്ച് പറയണം. പരിധിയില്ലാത്ത അച്ഛനെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ. ഗീതം: അങ്ങ് സ്നേഹസാഗരമാണ്. ഓം ശാന്തി. ആത്മീയ അച്ഛൻ ആത്മീയ കുട്ടികൾക്ക് ദിവസേന മനസ്സിലാക്കി തരുന്നുണ്ട്. മക്കളെ, ആത്മാഭിമാനിയായി മാറൂ. അല്ലാതെ ബുദ്ധി ഇനി പുറമേ അലഞ്ഞു തിരിയരുത്. ഒരേയൊരു ബാബയെ തന്നെ വേണം ഓർമ്മിക്കാൻ. ബാബ തന്നെയാണ് ജ്ഞാനത്തിന്റെ സാഗരനും സ്നേഹത്തിന്റെ സാഗരനും. ആ അച്ഛൻ പറയുകയാണ്, ഈ ജ്ഞാനത്തിന്റെ ഒരു തുള്ളിയെങ്കിലും മതി എന്ന് കുട്ടികൾ എന്നോട് പറഞ്ഞിരുന്നുവല്ലോ. ബാബ പറയുകയാണ്, മധുരമധുരമായ കുട്ടികളെ, ആത്മീയ അച്ഛനെ ഓർമ്മിക്കൂ, എന്നാൽ ഈശ്വരീയ സമ്പത്ത് ലഭിക്കും. അമരപുരിയായ വൈകുണ്ഠത്തിലേക്കും പോകാം. ബാക്കി ഈ സമയത്ത് എന്തെല്ലാം തന്നെ പാപത്തിന്റെ ഭാരമുണ്ടോ അതെല്ലാം ഇല്ലാതാക്കണം. നിയമാനുസരിച്ച് വിവേകപൂർവമാണ് നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനം പറഞ്ഞു തരുന്നത്. ആരാണോ ഉയർന്നയിലും ഉയർന്നത് അവരാണ് പിന്നീട് തപസ്യ ചെയ്യുന്നതായി കാണിക്കുന്നത്. രാജയോഗത്തിന്റെ പഠിപ്പ് ഒരേയൊരു ബാബയ്ക്ക് മാത്രമേ പഠിപ്പിക്കാൻ കഴിയൂ. ഹഠയോഗം തീർത്തും വേറിട്ടതാണ്. അത് പരിധിയുള്ളത്, ബാബയുടേത് പരിധിയില്ലാത്തത്. അത് കുടുംബം വിട്ടുള്ള മാർഗം, ഇത് കുടുംബത്തിലിരുന്നു കൊണ്ടുള്ള പവിത്രമായ ജീവിതമാർഗം. ബാബ പറയുകയാണ്, നിങ്ങൾ വിശ്വത്തിന്റെ അധികാരികളായിരുന്നു. ആ സമയത്ത് രാജ്യവും റാണിയും ഏതുപോലെയായിരുന്നു, അതേപോലെ പ്രജകളും സ്വർഗത്തിൽ. പ്രവൃത്തി മാർഗത്തിൽ, അതായത് ദേവീദേവതകള് കുടുംബജീവിതം നയിച്ചിരുന്നപ്പോൾ കുടുംബം പവിത്രമായിരുന്നു. പിന്നീട് ദേവാത്മാക്കൾ തന്നെ വികാരി ജീവിതത്തിലേക്ക് പോയി. അതിന്റെ ചിത്രങ്ങളുമുണ്ട്. വളരെയധികം മോശമായ ചിത്രങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ദേവീദേവന്മാരുടെ മോശമായ ചിത്രങ്ങൾ കാണുമ്പോൾ പോലും ഇത്രയും ലജ്ജ തോന്നും. കാരണം നമ്മുടെ ബുദ്ധിയെ തന്നെ ഇല്ലാതാക്കുന്ന വിധത്തിലാണ് ചിത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ബാബയുടെ മാത്രം മഹിമയാണ് സ്നേഹസാഗരം. ഇവിടെ സ്നേഹത്തിന്റെ തുള്ളിയല്ല, ജ്ഞാനത്തിന്റെ കാര്യമാണ്. നിങ്ങൾ ബാബയെ തിരിച്ചറിഞ്ഞ് ബാബയിൽ നിന്നുള്ള സമ്പത്ത് നേടാനായി വന്നിരിക്കുകയാണ്. ബാബ സദ്ഗതിയിലേക്കുള്ള ജ്ഞാനമാണ് നൽകുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് പുതിയ ലോകത്തിലേക്കാണ് പോകേണ്ടത്. നിങ്ങൾക്കറിയാം, നമ്മൾ വൈകുണ്ഠത്തിന്റെ അധികാരിയായി തീരുന്നു. ഈ സമയം മുഴുവൻ വിശ്വത്തിന് രാവണ രാജ്യമാണ്. ബാബ വന്നിരിക്കുന്നത് വിശ്വത്തിന്റെ രാജ്യഭാഗ്യം നൽകാനാണ്. നിങ്ങളെല്ലാവരും വിശ്വത്തിന്റെ അധികാരികളായിരുന്നു. ഇപ്പോഴും ആ ചിത്രങ്ങളുണ്ട്. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കാര്യമൊന്നുമില്ല കുട്ടികളെ. ഇതും തെറ്റാണ്. ബാബ തന്നെയാണ് സദാ നന്മ നിറഞ്ഞത്. ബാബ ഈ മുഴുവൻ ലോകത്തെയും നന്മ നിറഞ്ഞതാക്കി മാറ്റുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ബാബയിൽ നിന്ന് സമ്പത്ത് നേടുകയാണ്. ആരാണോ ഈ ജ്ഞാനം കേട്ട് അത്ഭുതത്തോടുകൂടി ഈ ജ്ഞാനം മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്തതിനു ശേഷം എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് ചിലർ ഓടിപ്പോകാറുണ്ട്. അവരുടെ പാർട്ടും ഈ നാടകത്തിലടങ്ങിയതാണ്. ഇങ്ങനെ നല്ല രീതിയിൽ വന്ന് മറ്റുള്ളവർക്കും കൂടി പഠിപ്പിച്ചു കൊടുത്തതിനു ശേഷം ഓടിപ്പോയിട്ടുള്ളവരെ കാണുമ്പോൾ ബാബ പോലും ചിന്തിക്കാറുണ്ട്, മായയ്ക്ക് എത്ര ശക്തിയാണുള്ളത്. ഇത്ര നല്ല നല്ല കുട്ടികളെ പോലും ബാബയുടെ അടുത്തുനിന്ന് മാറ്റാനുള്ള ശക്തി മായയിൽ ഉണ്ടല്ലോ.
നിങ്ങളെ ബാബയിൽ നിന്ന് തന്നെ മായ മുഖം ധരിപ്പിക്കുന്നു. അരക്കൽപ്പം മായയുടെ രാജ്യമായിരുന്നില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ശക്തി അവരിൽ ഉണ്ടാകുമല്ലോ. ഇവിടെയും ചില കുട്ടികൾ വിവേകശാലികളാണ്. പക്ഷേ ബാബയെ അറിഞ്ഞ ചില കുട്ടികൾ ഇപ്പോഴും വിവേകഹീനരായിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നിങ്ങൾക്ക് ബൃഹസ്പതി ദശയാണ്. നിങ്ങൾ എല്ലാവരും സ്വർഗത്തിലേക്ക് പോകാനുള്ള പുരുഷാർത്ഥമാണ് ചെയ്യുന്നത്. അല്ലാതെ കലിയുഗത്തിൽ മരിക്കുന്നവരെല്ലാവരും സ്വർഗത്തിലേക്ക് പോകുന്നില്ല. വെറുതെ പറയാൻ വേണ്ടി പറയും, ആരും മരിച്ചാലും ഇന്നാൾ സ്വർഗം പോകിയെന്ന്. പക്ഷെ കുട്ടികൾക്കറിയാമല്ലോ, സത്യമായും സ്വർഗത്തിലേക്ക് പോകാനുള്ള പുരുഷാർത്ഥം നിങ്ങളാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ സ്വർഗത്തിലേക്ക് പോയി എന്ന് ഇപ്പോൾ ആരും പറയുകയില്ല. അഥവാ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകാൻ പുരുഷാർത്ഥം ചെയ്യുന്നു എന്ന് കേട്ടാൽ തന്നെ ആൾക്കാർ പറയും വായടയ്ക്കുമെന്ന്. കാരണം പരിധിയുള്ള കാര്യങ്ങൾ മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ. ബാബയാണ് നിങ്ങളെ പരിധിയില്ലാത്ത കാര്യങ്ങൾ കേൾപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വളരെ നല്ല പുരുഷാർത്ഥം ചെയ്യണം. വളരെ നല്ല ഈശ്വരീയ ലഹരി ഉണ്ടായിരിക്കണം. പക്ഷേ കൽപ്പം മുമ്പ് ആരാണോ പുരുഷാർത്ഥം ചെയ്തത്, പദവി നേടിയത്, അവർ തന്നെ ഈ കൽപ്പവും നേടുകയുള്ളൂ. അനേകം തവണ നിങ്ങൾ കുട്ടികൾ മായയുടെ മേൽ വിജയം പ്രാപിച്ചിട്ടുണ്ട്. പിന്നീട് നിങ്ങൾക്ക് തോൽവിയും ഉണ്ടായിട്ടുണ്ട്. ഇതും ഡ്രാമയിലുള്ളതാണ്. ഇപ്പോൾ കുട്ടികൾക്ക് വളരെയധികം സന്തോഷം വേണം. മൃത്യു ലോകത്തിൽ നിന്നും അമരലോകത്തിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈശ്വരീയ വിദ്യാർത്ഥി ജീവിതമാണ് ഏറ്റവും നല്ല ജീവിതം. കാരണം ഇപ്പോൾ ബാബയോടൊപ്പമുള്ള നിങ്ങളുടെ ഈ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമാണ്. ഈ ജീവിതത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് മറ്റു മനുഷ്യർക്കാർക്കും അറിയില്ല. നിങ്ങൾക്കറിയാം, ഭഗവാൻ സ്വയം വന്ന് പഠിപ്പിക്കുകയാണ്. ഈ ഭഗവാൻ സ്വയം പഠിപ്പിക്കുന്ന ജീവിതത്തെയാണ് ഏറ്റവും നല്ല ജീവിതം എന്ന് പറയുന്നത്. ഇവിടെ പഠിക്കുന്നത് ആത്മാവാണ്. ആത്മാവ് പഠിക്കുന്നു. കേട്ടത് ധാരണ ചെയ്യുന്നത് ആത്മാവ് തന്നെയാണ്. പക്ഷെ ആര് ദേഹാഭിമാനത്തിലിരിക്കുന്നോ അവർക്ക് ജ്ഞാനത്തിന്റെ ധാരണ ഉണ്ടാകില്ല. ആത്മാവ് എനിക്ക് ശരീരം കിട്ടിയിരിക്കുന്നു എന്ന ബോധം സത്യുഗത്തിലും ഉണ്ടാകും. വൃദ്ധാവസ്ഥയില് സാക്ഷാത്കാരവും ഉണ്ടാവും. ഇപ്പോൾ ഈ പഴയ വസ്ത്രം ഉപേക്ഷിച്ച് പുതിയതെടുക്കാൻ പോകണമെന്ന്. ഭ്രമരിയുടെ ഉദാഹരണവും ഇപ്പോഴത്തെ സമയത്തെ കാര്യം തന്നെയാണ്. അതായത് നിങ്ങൾ കുട്ടികൾ ബ്രാഹ്മണിമാരാണ്, ബ്രാഹ്മണരാണ്. അതായത് ഈ ജ്ഞാനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടവരാണ്. ഡ്രാമയുടെ നിയമം അനുസരിച്ച് ആര് നിങ്ങളുടെ അടുത്തേക്ക് വന്നാലും നിങ്ങൾ ഭ്രമരി എങ്ങനെ സാധാരണ പുഴുവിന് ഊതി ഊതി ജന്മം കൊടുക്കുന്നോ, ചിറക് വീപ്പിക്കുന്നോ, അതേപോലെ ആര് നിങ്ങളുടെ അടുത്തേക്ക് വന്നാലും നിങ്ങൾ ഈ ജ്ഞാനം ഊതിക്കൊടുക്കണം. പിന്നീട് അവരിലും ആരാണോ പാകപ്പെടാത്തവർ അവർ ബാബയുടെ അടുത്തുനിന്ന് വിട്ടുപോകും. അതായത് ജ്ഞാനമാർഗത്തിൽ നിന്ന് ചത്തുപോകുന്നു. സന്യാസിമാർ ഭ്രമരിയുടെ ഉദാഹരണം നൽകുന്നുണ്ട്. പക്ഷേ എല്ലാവരെയും തനിക്ക് സമാനമാക്കി മാറ്റുന്നില്ല. നിങ്ങളുടെ പക്കലിപ്പോൾ ലക്ഷ്യമുണ്ട്. സത്യനാരായണന്റെ കഥയും അമരകഥയുമെല്ലാം തന്നെ നിങ്ങളുടെ ജീവിത കഥയാണ്. ഒരേയൊരു ബാബയാണ് നിങ്ങൾക്ക് സത്യമായ ജ്ഞാനം കേൾപ്പിച്ചു തരുന്നത്. ബാക്കി എല്ലാറ്റിലും അസത്യങ്ങളുണ്ട്. ഇവിടെ സത്യനാരായണന്റെ കഥ കേൾപ്പിച്ച് പ്രസാദം കഴിപ്പിക്കുന്നു. അതെല്ലാം പരിധിയുള്ള കാര്യം. പക്ഷേ ബാബ പറയുന്നത് പരിധിയില്ലാത്ത ജീവിത കഥയെക്കുറിച്ചാണ്. ബാബയാണ് നിങ്ങൾക്കിപ്പോൾ നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി എന്തെല്ലാം പുസ്തകങ്ങളുണ്ടോ അതെല്ലാം വിനാശത്തിനോടൊപ്പം ഇല്ലാതാകുമെന്ന് നിങ്ങൾക്കറിയാം. പഴയ ഒരു വസ്തു ഇവിടെ ഉണ്ടാവില്ല. മനുഷ്യർ ഇപ്പോഴും വിചാരിക്കുന്നത് ഇനിയും കലിയുഗത്തിൽ 40,000 വർഷങ്ങൾ ബാക്കിയുണ്ടെന്നാണ്. അതുകൊണ്ടാണല്ലോ വലിയ വലിയ കെട്ടിടങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എത്രയാണ് ചെലവ് ചെയ്യുന്നത്? പക്ഷെ കുട്ടികൾക്കറിയാമല്ലോ, സമുദ്രം വെറുതെ ഇരിക്കുമോ? വെറുതെ വിടുമോ? ഒരേയൊരു തിരമാലയ്ക്ക് തന്നെ എല്ലാത്തിനെയും വിഴുങ്ങാൻ കഴിയും. ഈ ബോംബെയൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. ഇനി ഇതെല്ലാം തന്നെ നശിക്കുകയും ചെയ്യും. ഇപ്പോൾ 100 വർഷങ്ങൾക്കുള്ളിൽ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാണ് വന്നിരിക്കുന്നത്. ആദ്യമെല്ലാം വൈസ്രോയി പോലും 4 കുതിരകളുള്ള വണ്ടിയിലാണ് സഞ്ചരിച്ചിരുന്നത്. ഇപ്പോൾ കുറച്ചു സമയത്തിനുള്ളിൽ എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി. സ്വർഗം വളരെ ചെറുതാണ്. നദീതീരത്തായിരിക്കും നിങ്ങളുടെ കൊട്ടാരങ്ങൾ. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ബൃഹസ്പതി ദശയാണ്. കുട്ടികൾക്ക് സന്തോഷമുണ്ടായിരിക്കണം. നമ്മൾ വളരെ ധനവാന്മാരായി തീരുകയാണ്. സാധാരണ ആരെങ്കിലും പാപ്പരാകുമ്പോൾ പറയും ഇവർക്ക് രാഹുദശയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ബൃഹസ്പതി ദശയുടെ സന്തോഷത്തിലിരിക്കണം.
ഭഗവാനായ അച്ഛൻ എന്നെ പഠിപ്പിക്കുകയാണ്. ഭഗവാൻ ആരെ പഠിപ്പിക്കുന്നു, എന്ത് പഠിപ്പിക്കുന്നു, ഇത് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ഈശ്വരീയ വിദ്യാർത്ഥി ജീവിതം തന്നെയാണ് ഏറ്റവും നല്ലത്. നരനിൽ നിന്നും നാരായണനായി വിശ്വത്തിന്റെ അധികാരിയായി നമ്മൾ മാറുന്നു. ഇവിടെ നമ്മളിപ്പോൾ രാവണ രാജ്യത്തിൽ അകപ്പെട്ടുപോയി. വീണ്ടും ബാബ സുഖധാമത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ സംഗംയുഗി ബ്രാഹ്മണരാണ് നമ്മൾ. ബ്രാഹ്മണരിലൂടെയാണ് സ്ഥാപനയും നടക്കുന്നത്. ഒരാൾ മാത്രം പോരല്ലോ, ധാരാളം പേർ തയ്യാറാകേണ്ടതുണ്ട്. നിങ്ങൾ ഈശ്വരീയ സേവകരാണ്. സ്വർഗം സ്ഥാപിക്കുന്ന സേവനം ചെയ്യുന്ന ഈശ്വരനെ നിങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ആരാണോ ബാബയെ കൂടുതൽ സഹായിക്കുന്നത് അവർക്ക് ഉയർന്ന പദവി കിട്ടുന്നു. ഒരാൾ പോലും ബാബയെ സഹായിച്ചതിന്റെ പേരിൽ വിശന്നു മരിക്കില്ല. ഇവിടെ നിങ്ങൾ ബാബയുടേതായി തീരുന്നു. സാധാരണ പറയാറുണ്ടല്ലോ, അച്ഛൻ എത്ര നിർധനനാണെങ്കിലും കുട്ടികൾക്ക് ഒരു നേരമെങ്കിലും കഴിക്കാൻ കൊടുക്കാതിരിക്കില്ല. അച്ഛൻ കഴിച്ചില്ലെങ്കിലും മക്കളെ കഴിപ്പിക്കാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ കുട്ടികളോട് അത്രയും സ്നേഹമാണ്. അവിടെ സ്വർഗത്തിൽ ദാരിദ്ര്യത്തിന്റെ കാര്യമേ ഇല്ല. അളവറ്റ ധാന്യങ്ങളുണ്ടാവും. പരിധിയില്ലാത്ത ധനവാന്മാരായിരിക്കും അവിടെ നിങ്ങൾ. കൊട്ടാരങ്ങളെല്ലാം വളരെ മനോഹരമായിരിക്കും. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, സൗകര്യം കിട്ടുമ്പോഴെല്ലാം ശ്രീലക്ഷ്മി ശ്രീനാരായണന്റെ ചിത്രത്തിന് മുന്നിൽ പോയി ഇരിക്കൂ. രാത്രിയിലും ഇരിക്കാം. ഈ ലക്ഷ്മി നാരായണനെ കണ്ട് കണ്ട് ഉറങ്ങൂ. ആഹാ, ബാബ എന്നെ ലക്ഷ്മി നാരായണനെ പോലെയാക്കി മാറ്റുകയാണല്ലോ. നിങ്ങളിങ്ങനെ അഭ്യസിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ആനന്ദമുണ്ടാകും. അതിരാവിലെ എഴുന്നേറ്റ് അവരവർക്ക് കിട്ടിയ ആനന്ദത്തിന്റെ അനുഭവം മറ്റുള്ളവർക്ക് കേൾപ്പിച്ചു കൊടുക്കൂ. ലക്ഷ്മി നാരായണന്റെ ചിത്രവും ഏണിപ്പടിയുടെ ചിത്രവും എല്ലാവരുടെ അടുത്തും ഉണ്ടാവണം. വിദ്യാർത്ഥികൾക്കറിയാം നമ്മെ ആരാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പഠിപ്പിക്കുന്ന ബാബയുടെ ചിത്രവുമുണ്ട്. എല്ലാത്തിന്റെയും ആധാരം പഠിപ്പാണ്. ബാബ പറയുകയാണ്, ഈ പുരുഷാർത്ഥം ചെയ്യൂ. അതായത് ഞാൻ ശരീരമല്ല, ആത്മാവാണ്. ഈ ബോധത്തിലിരിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യൂ. ബാബയിൽ നിന്നാണ് ഞാൻ സമ്പത്തെടുക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ മറ്റൊരു ബുദ്ധിമുട്ടുമില്ല. അമ്മമാർക്ക് വളരെ എളുപ്പമാണ്. പുരുഷന്മാർക്ക് ജോലിക്കൊക്കെ പോകണമല്ലോ. ഈ ലക്ഷ്യത്തിന്റെ ചിത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെയധികം സേവനം ചെയ്യാൻ കഴിയും. വളരെയധികം പേരുടെ നന്മ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ എല്ലാവരും സ്നേഹിക്കും. പറയും, ഇവർ ഞങ്ങളുടെ മാതാവാണ്. വിശ്വത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിമിത്തമായ മാതാക്കളാണ് നിങ്ങൾ. സ്വയം പരിശോധിക്കണം. ഞാൻ എത്ര പേരുടെ നന്മ ചെയ്തു? എത്ര പേർക്ക് ബാബയുടെ സന്ദേശം ഞാൻ നൽകി? ബാബയും സന്ദേശവാഹകനാണ്. മറ്റാരെയും തന്നെ സന്ദേശവാഹകരെന്ന് പറയില്ല. ബാബ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശത്തെ നിങ്ങൾ എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുക്കുന്നു. പരിധിയില്ലാത്ത അച്ഛനെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ. ചക്രത്തിനെയും ഓർമ്മിക്കണം. നിങ്ങൾ സന്ദേശവാഹകനായ ബാബയുടെ കുട്ടികളും സന്ദേശവാഹകരാണ്. എല്ലാവരോടും രണ്ടച്ഛന്മാരെക്കുറിച്ച് പറയണം. പരിധിയില്ലാത്ത അച്ഛൻ സുഖശാന്തിയുടെ സമ്പത്ത് നൽകിയിട്ടുണ്ട്. നമ്മൾ സുഖധാമത്തിലായിരിക്കുമ്പോൾ ബാക്കിയെല്ലാവരും ശാന്തിധാമത്തിലായിരിക്കും. പിന്നീട് ജീവൻ മുക്തിയിലേക്ക് വരും. ഇപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം. പിന്നീട് അവിടെ നമ്മൾ തന്നെയാണ് ഇവിടെ വിശ്വത്തിന്റെ അധികാരികളാകുന്നത്. ഒരു പാട്ടുണ്ട്, ബാബ അങ്ങയിൽ നിന്ന് ഞങ്ങൾക്ക് മുഴുവൻ വിശ്വത്തിന്റെയും ചക്രവർത്തി പദവി ലഭിക്കുന്നു. മുഴുവൻ ഭൂമിയും ആകാശവും സമുദ്രവുമെല്ലാം നിങ്ങളുടെ കൈകളിലാവും. ഈ സമയം നമ്മൾ ബാബയിൽ നിന്ന് പരിധിയില്ലാത്ത സമ്പത്ത് നേടുകയാണ്. ഗുപ്ത സൈനികരാണ് ശിവശക്തി സേന. ഇത് ജ്ഞാനമാകുന്ന ആയുധമാണ്. ജ്ഞാന ബാണത്തിന്റെ കാര്യമാണിവിടെ. അവിടെ ദേവിമാർക്ക് സ്ഥൂലമായ ആയുധങ്ങൾ കാണിച്ചിരിക്കുന്നു ചിത്രങ്ങളിൽ. ഭക്തിമാർഗത്തിൽ എത്ര ക്ഷേത്രങ്ങളാണ്, എത്ര ചിത്രങ്ങളാണ്. ബാബ പറയുകയാണ്, ഭക്തിമാർഗത്തിൽ നിങ്ങൾ എല്ലാ പൈസയും ഇങ്ങനെ ചിത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നഷ്ടപ്പെടുത്തി. ഇപ്പോൾ ഇതെല്ലാം തന്നെ ഇല്ലാതാകാൻ പോകുകയാണ്, മുങ്ങി താഴാൻ പോവുകയാണ്. നിങ്ങൾക്ക് സാക്ഷാത്കാരവും ബാബ കാണിച്ചു തന്നിരുന്നു. സത്യുഗത്തിൽ എങ്ങനെയാണ് ഖനികളിൽ പോയി വജ്രങ്ങളും വൈഢൂര്യങ്ങളും എടുക്കുന്നത്? കാരണം എല്ലാം താഴേക്ക് പോയിട്ടുണ്ടാകുമല്ലോ. രാജാക്കന്മാരുടെ അടുത്ത് വലിയ വലിയ അറകളുണ്ടാകും. പാടിയിലേക്ക് പോയ ഈ വജ്രവൈഢൂര്യങ്ങളെല്ലാം നിങ്ങളുടെ ജോലിക്കാർ പോയി എടുത്തുകൊണ്ടുവരും. ഇല്ലെങ്കിൽ ഇത്രയും സ്വർണ്ണം എവിടുന്നാ കിട്ടുന്നത്? സ്വർഗത്തിന്റെ ദൃശ്യം
മോഡൽ അജ്മീറിൽ കാണിച്ചിട്ടുണ്ട്. ബാബ പറയാറുണ്ട്, മ്യൂസിയവും ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം, സ്വർഗത്തിന്റെ ഫസ്റ്റ് ക്ലാസ് മാതൃക ഉണ്ടാക്കണം. നിങ്ങൾ കുട്ടികൾക്കറിയാം, ഇപ്പോൾ നമ്മൾ നമ്മുടെ രാജധാനി സ്ഥാപിക്കുകയാണ്. പണ്ടൊന്നും അറിയുമായിരുന്നില്ല. ഇപ്പോൾ നിങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. നമുക്ക് ഓരോരുത്തരുടെയും ഉള്ള് അറിയണമെന്നില്ല. ചില വികാരികളായ കുട്ടികളും ഇവിടെ വരാറുണ്ട്. എന്തിനാണ് വികാരികളായി നിങ്ങളിവിടെ വന്നതെന്ന് ചോദിച്ചാൽ പറയും, ഇവിടെ വന്നാലല്ലേ വികാരങ്ങളിൽ നിന്ന് രക്ഷപ്പെടൂ. ഞാൻ വളരെ പാപാത്മാവാണ്. ബാബ പറയുകയാണ്, ശരി, വരട്ടെ. അതിലൂടെ, ഇവിടെ വരുന്നതിലൂടെ അവരുടെ നന്മയുണ്ടാകട്ടെ. മായ വളരെ വലിയ ശത്രുവാണ്. ബാബ പറയുന്ന, കുട്ടികളെ, നിങ്ങൾക്ക് ദുർവികാരങ്ങളെ ജയിക്കണം, എന്നാലേ ജീവിത വിജയിയാകൂ. മായയ്ക്ക് ശക്തി കുറവൊന്നുമല്ല. ഇപ്പോൾ നിങ്ങൾ പുരുഷാർത്ഥം ചെയ്ത് ലക്ഷ്മി നാരായണനെ പോലെയാകണം. ഇവരെ പോലെയുള്ള സൗന്ദര്യം മറ്റാർക്കും ഉണ്ടാകില്ല. കാരണം ഇവരുടേത് സ്വാഭാവികമായ സൗന്ദര്യമാണ്. ഓരോ 5000 വർഷം കൂടുമ്പോഴും സ്വർഗത്തിന്റെ സ്ഥാപനം നടക്കും. പിന്നീട് 84 ജന്മങ്ങളുടെ ചക്രത്തിലേക്ക് നിങ്ങൾ വരും. നിങ്ങൾക്ക് എഴുതാം, ഇത് സർവകലാശാലയുമാണ്, ബാബയുടെ വീട് ആശുപത്രിയുമാണ്. എന്തുകൊണ്ടെന്നാൽ ഇവിടെ ആരോഗ്യവും സമ്പത്തും കിട്ടുന്നു. ആരോഗ്യം, സമ്പത്ത്, സന്തോഷം 21 ജന്മത്തേക്ക് പ്രാപ്തമാക്കാൻ ഇവിടെ വരൂ. ഇങ്ങനെ ബോർഡ് എഴുതി വയ്ക്കൂ. എന്തെങ്കിലും ജോലിയുള്ളവർ തന്റെ ബോർഡ് വയ്ക്കാറുണ്ടല്ലോ. സ്വന്തം വീടുകളിൽ പോലും ബോർഡ് വയ്ക്കാറുണ്ട്. ലഹരിയുള്ള കുട്ടികൾ ഇങ്ങനെയുള്ള ബോർഡുകളെല്ലാം വെക്കണം. ആരെല്ലാമാണോ വരുന്നത് അവർക്കെല്ലാം ഇത് മനസ്സിലാക്കി കൊടുക്കണം. പരിധിയില്ലാത്ത അച്ഛനിൽ നിന്ന് സമ്പത്ത് നേടിയിരുന്നു. 84 ജന്മങ്ങളെടുത്ത് പതിതമായി ഇപ്പോൾ പാവനമായി മാറണം. സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ബ്രഹ്മബാബയെ ഇത് തന്നെയാണ് ചെയ്തത്. ബ്രഹ്മബാബയാണ് ആദ്യ നമ്പർ പുരുഷാർത്ഥി. കുട്ടികൾ എഴുതാറുണ്ട്, ബാബ, കൊടുങ്കാറ്റ് വരുന്നു, അത് സംഭവിക്കുന്നു. ആദ്യം ബ്രഹ്മബാബയുടെ മുന്നിലാണ് എല്ലാ കൊടുങ്കാറ്റുകളും വന്നത്. ബാബ അനുഭവിയായാലല്ലേ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയൂ. മായയുടെ ജോലിയാണ് വരിക. ബാബ പറയുന്നു, മധുരമായ ഓമന സന്താനങ്ങളെ, ഇപ്പോൾ നിങ്ങൾക്ക് ബൃഹസ്പതി ദശയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകത്തെ ആർക്കും കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ജാതകത്തെക്കുറിച്ചെല്ലാം ബാബ പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ആയുസ്സും വളരെ കൂടുതലാണ്. കൃഷ്ണനെ യോഗേശ്വരൻ എന്ന് പറയാറുണ്ട്. ഇപ്പോൾ മനുഷ്യരെയോ സന്യാസിമാരെയോ യോഗേശ്വരൻ എന്ന് പറയില്ല. നിങ്ങളെ ഈശ്വരനാണ് യോഗം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് യോഗേശ്വരൻ, യോഗേശ്വരി എന്ന പേര് നിങ്ങൾക്ക് കിട്ടിയത്. അതായത് ഈശ്വരൻ യോഗവിദ്യ പഠിപ്പിക്കുന്നവരാണ് നിങ്ങളെ ഓരോരുത്തരും ഈശ്വരൻ യോഗവിദ്യ പഠിപ്പിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് യോഗേശ്വരൻ, യോഗേശ്വരി എന്ന പേര് വന്നത്. ഇപ്പോൾ നിങ്ങൾ ജ്ഞാനേശ്വരന്മാര്, ജ്ഞാനേശ്വരിമാരുമാണ്. നാളെ രാജേശ്വരന്മാര്, രാജരാജേശ്വരിമാരുമായി മാറും. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാപ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർകാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ കുട്ടികളുടെ ആത്മീയ പിതാവിനും നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് പുരുഷാർത്ഥം ചെയ്യൂ. ലക്ഷ്മി നാരായണന്റെ ചിത്രത്തെ മുന്നിൽ കണ്ടുകൊണ്ട് സ്വയത്തോട് സംസാരിക്കണം. ആഹാ, ബാബ എന്നെ ഇതുപോലെയാക്കി മാറ്റുകയാണല്ലോ. എനിക്കിപ്പോൾ ബൃഹസ്പതി ദശയാണ്. തനിക്ക് സമാനമാക്കി മാറ്റുന്നതിനായി ഭ്രമരിയെപ്പോലെ ജ്ഞാനം ഓതി മറ്റുള്ളവർക്ക് കൊടുക്കണം. ഈശ്വരീയ സേവകരായി തീർന്ന് സ്വർഗത്തിന്റെ സ്ഥാപനയുടെ കാര്യത്തിൽ ബാബയെ സഹായിക്കണം. വരദാനം: മനസ്സിനെയും ബുദ്ധിയെയും ആജ്ഞയനുസരിച്ച് വിധിപൂർവമായി കാര്യത്തിൽ ഉപയോഗിക്കുന്ന നിരന്തര യോഗിയായി ഭവിക്കട്ടെ. നിരന്തര യോഗി, അതായത് സ്വരാജ്യ അധികാരിയാകുന്നതിന്റെ വിശേഷ സാധനയാണ് മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് ചെയ്യേണ്ടത്. മന്ത്രം തന്നെ മന്മനാഭവ എന്നതാണ്. ബുദ്ധിയോഗം എന്നാണ് ഇവിടെ പറയാറുള്ളത്. ഈ വിശേഷ ആധാരസ്തംഭം
തന്റെ അധികാരത്തിലുണ്ടെങ്കിൽ, അതായത് മനസ്സും ബുദ്ധിയും തന്റെ നിയന്ത്രണത്തിലുണ്ടെങ്കിൽ, ആജ്ഞയനുസരിച്ച് വിധിപൂർവമാണ് മനസ്സും ബുദ്ധിയും കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഏത് സങ്കല്പം എപ്പോൾ വയ്ക്കാൻ ആഗ്രഹിക്കുന്നുവോ അത് ചെയ്യാൻ കഴിയും. ബുദ്ധി എവിടെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നോ അതും ചെയ്യാൻ കഴിയും. ബുദ്ധി താങ്കൾ രാജാവിനെ ഒരിക്കലും അലയിക്കുകയില്ല. വിധിപൂർവമായി കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നിരന്തര യോഗിയായി മാറൂ. സ്ലോഗൻ: മാസ്റ്റർ വിശ്വ അധ്യാപകനായി മാറൂ. സമയത്തെ അധ്യാപകനാക്കി മാറ്റരുത്. ഓം ശാന്തി.